ഹളറത്തിൽ വന്നിട്ട് നിങ്ങൾ മുരീദന്മാരുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളും താലിഹീങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അതായത് നല്ലവരും അത്ര പ്രത്യക്ഷത്തിൽ അത്ര നല്ലവരാണെന്ന് തോന്നാത്തവരൊക്കെ നിങ്ങൾ മുരീദന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഓസുലാലമതകൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അത് എന്നെ പോലെയുള്ളവരെയൊക്കെ വല്ലാതെ മനസ്സ് ആകർഷിച്ച, അതല്ലെങ്കിൽ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചൊരു മറുപടിയാണ്. ഓസുലാലമതകൾ പറഞ്ഞു, അവന് നല്ലവനാണെങ്കിൽ ഓൻ എനിക്കുള്ളവനാണ്, അവൻ നല്ല കുട്ടിയാണെങ്കിൽ ഓൻ എന്റെ കുട്ടിയാണ്, എനിക്കുള്ളവനാണ് അവൻ. അല്ല, അവൻ നല്ലവനല്ലെങ്കിൽ ഞാൻ അവനുള്ളതാണ്, നല്ലതല്ലെങ്കിൽ ഞാൻ അവനുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്, നല്ലവനാണെങ്കിൽ ഓൻ എനിക്കാണ്, ഓൻ നല്ലവനല്ലെങ്കിൽ ഞാൻ ഓനക്കാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ മോശപ്പെട്ടവനാണെങ്കിൽ ഓൻ എന്റെ ആളല്ല എന്നല്ല പറഞ്ഞത്, ഞാൻ ഓനുള്ളവനാ. ഓന്റെ കുറവ് നികത്താൻ എന്റെ മുരീദന്മാർ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നവർ, അതാണ് അതിന്റെ മായന. നല്ലവരല്ലെങ്കിൽ ഞാൻ നല്ലവനാണല്ലോ, എന്റെ കുട്ടികളെ നല്ലവരാക്കാനുള്ള അതിനുള്ള അധികാരം നിലനെ കൊടുക്കാനും നിലനെ കളവാനൊക്കെ അള്ളാഹു അധികാരം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് കൊടുക്കാനും നമ്മുടെ മശായിഖിന് കഴിയും. അവരുടെ കയ്യിലൊരു കുറവുമില്ലല്ലോ, അവരുടെ ഖജനാവ് നിറഞ്ഞു തുളുമ്പാണ്. ആ ഖജനാവിൽ നിന്ന് അവിടുത്തെ മുഹിബ്ബീങ്ങളെയും ആശിഖീങ്ങളെയും അനുഗ്രഹിക്കാൻ ഇഷ്ടംപോലെ അള്ളാഹു തആല അവരുടെ കയ്യിൽ ഉഖ്റവിയായ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു പത്തായമാണ് ബഹുമാനപ്പെട്ട സാലിഹ് മൗലപ്പാപ്പാന്റെ ഹളറത്ത് എന്ന് പറഞ്ഞാൽ. അതവിടെ ചെല്ലുന്നവർക്കറിയാം, അവിടുത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കറിയാം. ഏതൊരു പ്രയാസത്തിന്റെ ഘട്ടത്തിലും മൗലാ തങ്ങൾ നമ്മളെ കൂടെ നിൽക്കും തീർച്ചയായും.